നമ്മൾ ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയിൽ, ധ്യാനത്തിൽ, ആരാധനയിൽ, സ്തുതിയിൽ, സമർപ്പണത്തിൽ, പശ്ചാത്താപത്തിൽ, പ്രതിജ്ഞയിൽ വിരിഞ്ഞു നിൽക്കണം. നമ്മുടെ ആവശ്യങ്ങൾ, ആത്മാവിൻ്റെ രോദനങ്ങൾ, പ്രതീക്ഷകൾ, വ്യഥകൾ എല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ ഒന്നൊന്നായി യേശുവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ അവിടത്തേക്ക് കാഴ്ചവെക്കണം. എന്നാൽ വിരിഞ്ഞു നിന്നുകൊണ്ട് മാത്രം ഫലമാകില്ല. ചില പൂക്കൾ എപ്പോഴും വിരിഞ്ഞു നിൽക്കും, കൊഴിയില്ല. പ്ലാസ്റ്റിക് കൊണ്ട് പൂവുണ്ടാക്കിയാൽ അതെപ്പോഴും വിരിഞ്ഞു നിൽക്കും, കൊഴിയില്ല. അതിൻ്റെ ദളങ്ങൾ മനുഷ്യരിലേക്ക് കൊഴിഞ്ഞു വീഴണം. സ്നേഹമായിട്ട്, സൗഹാർദ്ദമായിട്ട്, നന്മയായിട്ട്, സഹകരണമായിട്ട്, ക്ഷമയായിട്ട്, മറക്കലായിട്ട്, പൊറുക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ തലങ്ങൾ ഓരോന്നും നമ്മുടെ സഹോദരങ്ങളിലേക്ക്, മക്കളിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക്, യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ ശത്രുക്കളിലേക്ക് പോലും കൊഴിഞ്ഞു വീഴണം. എങ്കിലേ ഫലപ്രാപ്തി ഉണ്ടാകും. ഇങ്ങനെ ദൈവത്തിലേക്ക് വിരിയാനും മനുഷ്യരിലേക്ക് കൊഴിയാനും ഇതാണ് കർത്താവ് കുരിശിൽ ചെയ്തത്. ഇതാണ് യേശുവിൻ്റെ ഉത്ഥാനം. അവിടുന്ന് പിതാവിൻ്റെ മുമ്പിൽ, പിതാവിൻ്റെ വലതു കൈയിൽ നിത്യമായിട്ടുള്ള കാണിക്കയായിട്ട്, ത്യാഗത്തിൻ്റെ, ബലിയുടെ, സമർപ്പണത്തിൻ്റെ പൂവായിട്ട് അനശ്വരമായി സദാകാലത്തേക്കും വിരിഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും അവിടുന്ന് ദിവ്യകാരുണ്യത്തിലൂടെ താൻ ഇല്ലാതാകുന്നത് വരെ നാം കൈനീട്ടുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് എടുത്തു ഭക്ഷിക്കുക എന്ന് പറഞ്ഞ് കൊഴിഞ്ഞു വീഴുന്നു. ഇതാണ് യേശുവിൻ്റെ ഫലദായകത്വം. ഇതിൽ നമ്മൾ പങ്കുചേരണം. പ്രാർത്ഥന അതിനുള്ള വഴിയാണ്, ധ്യാനം അതിനുള്ള വഴിയാണ്, സുവിശേഷം അതിനുള്ള വഴിയാണ്, ത്യാഗം അതിനുള്ള വഴിയാണ്, ക്രിസ്തീയ ജീവിതം അതിനുള്ള വഴിയാണ്. എന്നാൽ ഇങ്ങനെ ദൈവത്തിലേക്ക് വിരിയാനും മനുഷ്യരിലേക്ക് കൊഴിയാനും നമുക്ക് തടസ്സമുണ്ടാക്കുന്ന, പ്രതിബന്ധമുണ്ടാക്കുന്ന ഒരു ശക്തി നമ്മിൽ തന്നെയുണ്ട്. പൗലോസ് പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ എന്നെ സഹായിക്കാതെ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നതിന് എന്നെ പ്രലോഭിപ്പിക്കുന്ന സാത്താൻ്റെ ശക്തി, ദുഷ്ടശക്തി, സ്വാർത്ഥതയുടെ ശക്തി നാം എല്ലാവരിലുമുണ്ട്. ഇത് തിരിച്ചറിയണം. ഭാരതീയ ചിന്തകർ പറയുന്നത് മനുഷ്യൻ്റെ മുമ്പിൽ രണ്ട് വഴികൾ തുറന്നു കിടപ്പുണ്ട്: പ്രേയസ്, ശ്രേയസ്. പ്രേയസ് എന്ന് വെച്ചാൽ അവനവന് സുഖം നൽകുന്നത്, അവനവന് സന്തോഷം നൽകുന്നത്, സ്വന്തം കാര്യം നേടുന്നത്, ജീവിതത്തെ രസകരമാക്കുന്നത്, ആസ്വാദ്യകരമാക്കുന്നത്, ജീവിതത്തെ അവനവന് വേണ്ടി അനുഭവിക്കാനായിട്ട് പ്രചോദിപ്പിക്കുന്നത്, ഇതാണ് പ്രേയസ്. ഇതെല്ലാ മനുഷ്യൻ്റെ മുമ്പിലും അതിനുള്ള തൃഷ്ണ ഉണ്ട്. മറ്റൊന്ന് ശ്രേയസ്, നമുക്ക് നല്ലത്, ആത്മാവിന് പ്രയോജനം കിട്ടുന്നത്, നമ്മെ വളർത്തുന്നത്, ദൈവത്തിലേക്ക് വിരിയിക്കുന്നത്, മനുഷ്യരിലേക്ക് അടുപ്പിക്കുന്നത്, ഇതാണ് ശ്രേയസ്. നല്ല മനുഷ്യർ, ധ്യാനികൾ, വിവേകമുള്ളവർ, അറിവുള്ളവർ ഈ രണ്ട് വഴികളെയും തമ്മിൽ വേർതിരിച്ചറിഞ്ഞിട്ട് പ്രേയസിനെ തള്ളി ശ്രേയസിനെ സ്വീകരിക്കണം എന്നാണ് ഭാരതീയരായിട്ടുള്ള ഋഷിമാർ പറഞ്ഞിട്ടുള്ളത്. പൗലോസും പറയുന്നുണ്ട്, നിങ്ങളെല്ലാറ്റിനെയും വിവേചിക്കുക, എന്നിട്ട് നല്ലതാണെന്ന് കാണുന്നതിനെ, ശ്രേയസ്കരമായിട്ടുള്ളതിനെ, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിനെ, സഹോദരങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിനെ, നന്മയെ, സ്നേഹത്തെ, നീതിയെ, ധർമ്മത്തെ പുലുകാനായിട്ട് നമ്മെ സഹായിക്കുന്നവയെ മുറുകെ പിടിക്കുവീൻ. കർത്താവിൻ്റെ പ്രബോധനങ്ങളിലും ഇത് വളരെ ശക്തിയായിട്ടുണ്ട്. കർത്താവ് പറയുന്നു, രണ്ട് പാതകൾ മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. വിശാലമായിട്ടുള്ള പാത, ഇടുങ്ങിയ പാത. വിശാലമായിട്ടുള്ള പാത എൻ്റെ കാര്യം, എൻ്റെ സുഖം, എൻ്റെ ലാഭം, എൻ്റെ സന്തോഷം, ഇതിലൂടെ നടക്കുന്നതാണ് വിശാലമായിട്ടുള്ള പാത. അവിടെ ത്യാഗത്തിന്, അവിടെ സ്നേഹത്തിന്, അവിടെ പരിത്യാഗത്തിന്, അവിടെ ദൈവത്തെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തയ്ക്ക് സ്ഥാനമില്ല. എന്നാൽ ഇടുങ്ങിയ പാതയുണ്ടല്ലോ, ദൈവത്തിലേക്ക് നയിക്കുന്ന പാത, രക്ഷയിലേക്ക് നയിക്കുന്ന പാത, ഈ പാതയിലൂടെ നീങ്ങുന്നവരാണ് അവസാനം ദൈവത്തിൻ്റെ കൈകളിലെത്തി ദൈവത്താൽ താങ്ങപ്പെടുക. അവസാനം മനുഷ്യ മനസ്സുകളിലെത്തി മനുഷ്യ മനസ്സുകളാൽ താങ്ങപ്പെടുക.
ക്രിസ്തുവിലെത്തി, ദൈവവും മനുഷ്യനുമായിരിക്കുന്ന ക്രിസ്തുവിലെത്തി ദൈവത്താലും മനുഷ്യരാലും താങ്ങപ്പെടുക. ഇതാണ് രക്ഷയുടെ പാത. പൗലോസും ഇത് തന്നെ പറയുന്നുണ്ട്. ആത്മീയ മനുഷ്യനുണ്ട്, ജഡിക മനുഷ്യൻ അഥവാ മൃഗീയ മനുഷ്യനുണ്ട്. ജഡിക മനുഷ്യനെ പ്രചോദിപ്പിക്കുന്നത് ജഡത്തിൻ്റെ വാസന, സ്വാർത്ഥതയുടെ വാസന, സുഖത്തിൻ്റെ വാസന, സ്വന്തം കാര്യത്തിൻ്റെ വാസന. ഇതാണ് ആത്മീയ മനുഷ്യനെ പ്രകാശിപ്പിക്കുന്നത് നന്മ, നീതി, സ്നേഹം, സത്യം, സാഹോദര്യം, സൗഭാഗ്യം. ഇതൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ഇവ രണ്ടിനെയും തമ്മിൽ നമ്മൾ തിരിച്ചെടുക്കണം. ഇങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് നമ്മൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും ആഗ്രഹിച്ചാലും സാധിക്കില്ല. കാരണം പൗലോസ് തന്നെ പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു. ഇത് സാധിക്കണമെങ്കിൽ മുകളിൽ നിന്നും പ്രകാശം കിട്ടണം, ദൈവത്തിൻ്റെ ശക്തി കിട്ടണം, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണം, അരൂപിയുടെ കൃപ കിട്ടണം. കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, അരൂപിയെ വർഷിക്കണമേ, ദൈവമേ ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞ് നമ്മുടെ ദുർബലമായിട്ടുള്ള ഈ മൺപാത്രങ്ങളിൽ നമ്മൾ കൈയടക്കിയിരിക്കുന്ന നിധിയെ, നിക്ഷേപത്തെ, ഹൃദയത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ, സുവിശേഷത്തിൻ്റെ മുമ്പിൽ, പ്രാർത്ഥനയുടെ മുമ്പിൽ, ത്യാഗത്തിൻ്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കണം. എങ്കിലേ ഇത് സാധിക്കൂ. ഭാരതീയ ചിന്തയിൽ എന്തുകൊണ്ടാണ് ഇത് നമുക്ക് സാധിക്കാതെ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി പ്രത്യേകിച്ച് ഭഗവത്ഗീതയിൽ ഉണ്ട്. നാരദഭക്തി സൂത്രങ്ങളിലും അത് പറയുന്നുണ്ട്. വളരെ പ്രയോജനകരമായിട്ടുള്ള, നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട, ചിന്തിപ്പിക്കേണ്ട ഒരു നിരീക്ഷണമാണിത്. ആദ്യം കാമം എന്ന് വെച്ചാൽ എൻ്റെ കാര്യം നടക്കണം, എനിക്ക് സുഖമുണ്ടാകണം, എൻ്റെ സന്തോഷം, മറ്റുള്ളവരെക്കുറിച്ച് വിചാരമില്ല. കാമത്തിൽ നിന്നും ക്രോധം ഉണ്ടാകും. ഈ സ്വാർത്ഥതയെ, ഈ സുഖതൃഷ്ണയെ നമ്മൾ ജയിച്ചില്ലെങ്കിൽ ക്രോധം, ദ്വേഷം. എന്താണത്? എൻ്റെ സുഖത്തിന്, എൻ്റെ സന്തോഷത്തിന് എതിര് പറയുന്ന എല്ലാറ്റിനോടും ദേഷ്യം. നീ ത്യാഗം ചെയ്യണം എന്ന് പറഞ്ഞാൽ ദേഷ്യം, മദ്യപാനം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ദേഷ്യം, നിൻ്റെ ധൂർത്ത് നീ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ദേഷ്യം, പ്രാർത്ഥനയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ദേഷ്യം, സാഹോദര്യത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ദേഷ്യം, ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ദേഷ്യം. കാമത്തിൽ നിന്നും ക്രോധം ഉണ്ടാകും. എന്നാൽ ഈ ക്രോധത്തെ നമ്മൾ ജയിച്ചില്ലെങ്കിൽ മോഹം എന്ന് വെച്ചാൽ ആരെങ്കിലും നല്ല കാര്യം നമ്മോട് പറഞ്ഞാൽ തനിക്കെന്തോ പറയാൻ കാര്യം, ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും, ഞാൻ ദാഹിച്ചു മോഹിച്ച് നടക്കുകയാണെന്ന് എൻ്റെ കാര്യത്തിന്, എൻ്റെ പണമല്ലേ അതുകൊണ്ട് മദ്യപാനം ചെയ്യാൻ പാടില്ലെന്ന് തനിക്ക് പറയാൻ എന്താ കാര്യം? തൻ്റെ പണം ഞാൻ കെട്ടെടുക്കുന്നുണ്ടോ? എൻ്റെ പണമല്ലേ അതുകൊണ്ട് തൂർത്തടിക്കാൻ പാടില്ലെന്ന് തനിക്ക് പറയാൻ എന്താ കാര്യം? എൻ്റെ സമയമല്ലേ അത് പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കണമെന്ന് പറയാൻ തനിക്കെന്താ കാര്യം? ഇങ്ങനെ അവനവൻ്റെ കാര്യം നടക്കണം, നടത്തിയേ തീരൂ എന്നുള്ള അദമ്യമായിട്ടുള്ള അടക്കാനാവാത്ത ഉള്ളിൻ്റെ തള്ളൽ, ഇതാണ് മോഹം. ഇതിനെയും നമ്മൾ ശരിയായിട്ട് നേരിടുന്നില്ലെങ്കിൽ അതിൽ നിന്നും സ്മൃതിഭ്രമശം ഉണ്ടാകും. സ്മൃതിഭ്രമശം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഈ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ഓർമ്മക്കേട് എന്ന് വെച്ചാൽ, നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ നല്ല കാര്യങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, മാതാപിതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സുവിശേഷം വായിച്ച് അറിഞ്ഞിട്ടുണ്ട്, ധ്യാനിച്ചറിഞ്ഞിട്ടുണ്ട്, തമ്പുരാൻ്റെ പ്രചോദനം കൊണ്ട് പ്രകാശം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ ഈ കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും മോഹത്തിൻ്റെയും നില വരുമ്പോൾ ഓർമ്മക്കേട് വരും. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പഠിച്ചിട്ടുള്ള, പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള ഒരു നല്ല കാര്യവും അപ്പോൾ ഓർക്കില്ല, മറന്നുപോയി, എല്ലാം മറന്നുപോയി. പ്രിയപ്പെട്ടവരെ, അനേക ആളുകൾ ഇത്തരത്തിലൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. എന്തിന് അനേകരെ പറയുന്നു? നമ്മളൊക്കെ തന്നെ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിലൊക്കെ ഇതൊക്കെ മറന്നു പോകുന്നു. ഈ നാട്ടിൽ നിന്ന് ഒരുപാട് കൊലപാതകങ്ങൾ, ഒരുപാട് അസന്മാർഗികതകൾ, ഒരുപാട് പീഡനങ്ങൾ, ഒരുപാട് അവഗണനകൾ, ഒരുപാട് സ്നേഹരാഹിത്യം, ഒരുപാട് ക്രൂരതകൾ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യരൊക്കെ ആദ്യത്തിലൊന്നും ഇങ്ങനെയുള്ള ആളുകളല്ലായിരുന്നു. നമ്മെപ്പോലെ തന്നെ കുടുംബത്തിൽ പിറന്നവർ, സ്നേഹം കിട്ടിയവർ, നല്ല കാര്യങ്ങൾ വായിച്ചവർ, പ്രാർത്ഥിച്ചവർ, ദൈവത്തിൻ്റെ പ്രകാശം കിട്ടിയവർ, ശിശുക്കളായിരുന്നപ്പോൾ നിഷ്കന്മഷതയോടുകൂടി ഹൃദയത്തിൻ്റെ പരിശുദ്ധിയോടുകൂടി ഓടിക്കളിച്ച് സന്തോഷമായിട്ട് പാടിയിരുന്നവർ, പ്രാർത്ഥിച്ചിരുന്നവർ ഇവരൊക്കെയായിരുന്നു.
പതുക്കെ 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 അറിയാതെ തന്നെ കാമം എന്ന് വെച്ചാൽ എൻ്റെ കാര്യത്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ സുഖമാണ് പ്രധാനം, എൻ്റെ പണമാണ് പ്രധാനം, എൻ്റെ ആഡംബരമാണ് പ്രധാനം, അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും, അത് വേണ്ട വേണ്ട എന്ന് പറയുന്നത് ആരായാലും എൻ്റെ ക്രോധം ഞാൻ കാണിക്കും. അത് അക്രമത്തിലൂടെ കാണിക്കും, ഭവനവേദനത്തിലൂടെ കാണിക്കും, പീഡനത്തിലൂടെ കാണിക്കും, തെറ്റുകളിലൂടെ കാണിക്കും, മോഷണത്തിലൂടെ കാണിക്കും. ഇങ്ങനെ ഒരുപാട് തരങ്ങളിൽ മനുഷ്യൻ ഇന്ന് കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കാമത്തിൽ നിന്നും ക്രോധം വന്നു. തമ്പുരാൻ്റെ പ്രമാണം കൊണ്ട് അസത്യം പറയരുത്, കൊല്ലരുത്, സ്നേഹിക്കണം, ശുശ്രൂഷിക്കണം, ത്യാഗം വേണം, മറക്കണം, പൊറുക്കണം, ഇതൊക്കെയാണ് തമ്പുരാൻ. അതൊക്കെ അതിനോടൊക്കെ ദേഷ്യം. അങ്ങനെ ആ ദേഷ്യം വന്നു കഴിയുമ്പോൾ ഇതൊക്കെ ഞാൻ നടത്തിയിട്ടേ അടങ്ങൂ. ആര് പറഞ്ഞാലും കൊള്ളാം, ഏത് ധ്യാനത്തിൽ പോയാലും കൊള്ളാം. ധ്യാനത്തിന് വരുന്നവർ പോലും ചിലപ്പോഴൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും മോഹത്തിന്, സ്വാർത്ഥതയ്ക്ക്, തെറ്റിന്, തിന്മയ്ക്ക് അടിപ്പെടുന്നില്ലേ? ഈ നിലയിൽ വരുന്നതിനാണ് സ്മൃതിഭ്രംശം. എല്ലാം മറന്നു, അവനവന് മറന്നു, തമ്പുരാന് മറന്നു, പ്രാർത്ഥനയെ മറന്നു, ത്യാഗത്തെ മറന്നു, കുടുംബാംഗങ്ങളെ മറന്നു, സഹോദരി സഹോദരന്മാരെ മറന്നു, എല്ലാവരെയും പ്രകൃതിയെപ്പോലും മറന്നു. എല്ലാത്തിനെയും ചൂഷണം ചെയ്യുക, എല്ലാത്തിനും ഉപയോഗിക്കുക. ഇത് വരരുത്. ഈ സ്മൃതിഭ്രംശം വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബുദ്ധിനാശമാണ്. ഓർമ്മക്കേട് വന്നു കഴിഞ്ഞാൽ ബുദ്ധി നശിച്ചു. വീട്ടിൽ ഒരുപാട് പണം, 100 രൂപയുടെ നോട്ട് ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് കെട്ടിയിരിപ്പുണ്ട്. പക്ഷേ ഓർമ്മയില്ല, ബുദ്ധിയില്ല. ഓരോന്നും എടുത്തിട്ട് കീറി കളഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം? ബുദ്ധി നശിച്ചാൽ, സുവിശേഷ ബുദ്ധി നശിച്ചാൽ, സൽബുദ്ധി നശിച്ചാൽ, ദൈവിക ബുദ്ധി നശിച്ചാൽ, ആത്മാവിൻ്റെ ബുദ്ധി നശിച്ചാൽ ബാക്കി എന്തെല്ലാം ഉണ്ടായാലും എന്താ കാര്യം? ബുദ്ധിനാശം. ബുദ്ധിനാശത്തിൽ നിന്നും വരുന്നത് സർവനാശം. ബുദ്ധി പോയി കഴിഞ്ഞാൽ, പ്രകാശം പോയി കഴിഞ്ഞാൽ, കാഴ്ച പോയി കഴിഞ്ഞാൽ, സത്യത്തെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച്, ധ്യാനത്തെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ച്, ത്യാഗത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ചുള്ളതൊക്കെ വിവേചന ശക്തി പോയി കഴിഞ്ഞാൽ എന്തുണ്ടായാലും എന്താ കാര്യം? ആരോഗ്യം ഉണ്ടായാലും എന്താ കാര്യം? സമയം ഉണ്ടായാലും എന്താ കാര്യം? അറിവുണ്ടായാലും എന്താ കാര്യം? ശക്തി ഉണ്ടായാലും എന്താ കാര്യം? കാര്യമില്ല. കാരണം എന്താണ്? ഇതൊക്കെ എനിക്ക്, എൻ്റെ സുഖത്തിന്, എൻ്റെ ആനന്ദത്തിന്, എന്നെ സംതൃപ്തനാക്കാനായിട്ട്, എന്നെ കെട്ടിപ്പടുക്കാൻ തമ്പുരാൻ്റെ കാര്യം നടന്നു, മറ്റുള്ളവരുടെ കാര്യം നടന്നു, കുടുംബത്തിൻ്റെ കാര്യം നടന്നു, കർത്താവിൻ്റെ കാര്യം നടന്നു, സുവിശേഷത്തിൻ്റെ കാര്യം നടന്നു, ഞാൻ മനുഷ്യനായിട്ട് ജീവിക്കുന്നതിൻ്റെ അർത്ഥം നടന്നു. ഇതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല. ഈ അവസരത്തിൽ വേറൊരു നീതിവാക്യം കൂടി എൻ്റെ ഓർമ്മയിൽ വരികയാണ്. നിങ്ങൾ സുവിശേഷങ്ങളൊക്കെ വായിച്ചാൽ അതൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സതുപദേശങ്ങൾ, സുഭാഷിതങ്ങൾ, പ്രഭാഷകൻ്റെ പുസ്തകം, ഇതൊക്കെ നമ്മൾ വായിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഓരോരോ തരത്തിൽ അവിടെയൊക്കെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ധനം എന്തിനാണെന്ന് വെച്ചാൽ വിദ്യാവിവാദായ. വിദ്യ എന്തിനാണെന്ന് വെച്ചാൽ വാദിക്കാനായിട്ട്. അറിവുണ്ടെങ്കിൽ ആരെയും വാദിച്ച് അടിച്ചിരുത്തി ജയിക്കാം. നിനക്കൊന്നും അറിഞ്ഞുകൂടാ, സുവിശേഷത്തിലൊന്നും ഇല്ല, എനിക്കെല്ലാം അറിയാം, ഇങ്ങനെയൊക്കെ വിദ്യ കാണിക്കുന്നവർ. വിദ്യാവിവാദായ. ധനം മതായ. ധനം എന്തിനാണെന്ന് വെച്ചാൽ സുഖിച്ച് കുടിച്ച് മതിച്ച് രസിക്കാനായിട്ട്. ശക്തി പരേഷാം പരിപീഡനായ. ശക്തി എന്തിനാണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ പീഡിപ്പിക്കാനായിട്ട്. എനിക്ക് ശക്തി ഉണ്ടെങ്കിൽ ശക്തിയില്ലാത്തവനെ ഒരു ഇടി കൊടുത്തിരുത്താൻ പറ്റും. വിദ്യ ആളുകൾ ഉപയോഗിക്കുന്നത് വാദിച്ച് ജയിക്കാൻ, ധനം ഉപയോഗിക്കുന്നത് കുടിച്ച് മതിച്ച് രസിച്ച് ജീവിക്കാൻ, ശക്തി ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി അധീനപ്പെടുത്തി അവനവൻ്റെ കാര്യം ഉറപ്പിക്കാനായിട്ട്. വിദ്യാവിവാദായ, ധനം മതായ, ശക്തി പരേഷാം പരിപീഡനായ, മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഖലസ്യ. ഖലന്മാർക്ക്, ദുഷ്ടന്മാർക്ക്, ദൈവിക ബുദ്ധിയില്ലാത്തവർക്ക്, സുവിശേഷ ബുദ്ധിയില്ലാത്തവർക്ക്, ത്യാഗമില്ലാത്തവർക്ക്, പ്രാർത്ഥനയില്ലാത്തവർക്ക്, ത്യാഗമില്ലാത്തവർക്ക്, ക്രിസ്തുബോധമില്ലാത്തവർക്ക് ഒക്കെ ഇങ്ങനെയാണ്. സാധോർ വിപരീതമേതത്. സാധുക്കൾക്ക്, നല്ല മനുഷ്യർക്ക്, ശരിയായിട്ടുള്ള മനുഷ്യർക്ക്, സുവിശേഷ ബുദ്ധിയുള്ളവർക്ക്, ദൈവിക പ്രകാശമുള്ളവർക്ക്, ഇവരാണ് സാധുക്കൾ, ശരിയായിട്ടുള്ള മനുഷ്യർ. അസാധുക്കളല്ല അവർ, ശരിയായിട്ടുള്ള മനുഷ്യർ. നമ്മൾ ഒരു വോട്ട് ചെയ്തിട്ട്
ആ വോട്ടൊരു കള്ള വോട്ടായി കഴിഞ്ഞാൽ അസാധുവായി എന്ന് പറയും. കാപട്യമില്ലാത്തവർ, നന്മയുള്ളവർ, നേർപോക്കുള്ളവർ, ദൈവികതയുള്ളവർ, സത്യമുള്ളവർ, നീതിയുള്ളവർ, ഇവരാണ് സാധുക്കൾ. ഈ സാധുക്കൾക്ക് വിപരീതമേത്? ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതിന് വിപരീതമാണ് ജ്ഞാനായ. വിദ്യ എന്തിനാണ്? ജ്ഞാനത്തിന്, അറിവിന്. എന്താണ് ജ്ഞാനം? ദൈവത്തിൻ്റെ പ്രകാശം. എന്താണ് ദൈവത്തിൻ്റെ പ്രകാശം? ദൈവത്തിൻ്റെ വിദ്യ, സുവിശേഷ വിദ്യ. രണ്ട് കാര്യങ്ങൾ കർത്താവ് ഒതുക്കി. നീ ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണമായിട്ടുള്ള ഹൃദയത്തോടെ, പൂർണ്ണമായിട്ടുള്ള മനസ്സോടെ, പൂർണ്ണമായിട്ടുള്ള ശക്തിയോടെ, പൂർണ്ണമായിട്ടുള്ള ആത്മാവോടെ. രണ്ടാമത്തത് ഒന്നാമത്തതിന് തുല്യം സഹോദരനെ സ്നേഹിക്കണം. എങ്ങനെ? രണ്ടാമത്തെ പ്രമാണം ഒന്നാമത്തെ പ്രമാണത്തിന് തുല്യമായിരിക്കുന്നത് കൊണ്ട് ഒന്നാമത്തെ പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ രണ്ടാമത്തെ പ്രമാണത്തെക്കുറിച്ചും നമ്മൾ അപ്ലൈ ചെയ്യണം. മനുഷ്യനെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, കുടുംബങ്ങളിലുള്ളവരെ സ്നേഹിക്കണം, ബന്ധുക്കളെ സ്നേഹിക്കണം, മിത്രങ്ങളെ സ്നേഹിക്കണം, അയൽക്കാരെ സ്നേഹിക്കണം. എല്ലാവരെയും ശത്രുക്കളെടുക്കാം, എല്ലാവരെയും സ്നേഹിക്കണം. എങ്ങനെ? പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ. ഇതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അറിവ്, ദൈവത്തിൻ്റെ വിദ്യ. സാധുക്കളാകണമെങ്കിൽ, ശരിയായിട്ടുള്ള മനുഷ്യരാകണമെങ്കിൽ ഈ പ്രകാശം ഉദിക്കണം. ജ്ഞാനായ, ദാനായ. ധനം എന്തിനാണ്? ധനം ദാനം ചെയ്യാനായിട്ട്, ദൈവത്തിന് നൽകാനായിട്ട്, മറ്റുള്ളവർക്ക് നൽകാനായിട്ട്. ധനമെന്ന് പറയുമ്പോൾ നമുക്കുള്ളതെല്ലാം, നമ്മുടെ സമയമായാലും അറിവായാലും ആരോഗ്യമായാലും കഴിവുകളായാലും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ദൈവത്തിന് പ്രസാദിച്ചവർ ദൈവത്തിന് പ്രയോജനമുള്ളവരാകുക, കുടുംബത്തിന് പ്രസാദിച്ചവർ കുടുംബത്തിന് പ്രയോജനമുള്ളവരാകുക, ലോകത്തിന് പ്രസാദിച്ചവർ, സഭയ്ക്ക് പ്രസാദിച്ചവർ, സമൂഹത്തിന് പ്രസാദിച്ചവർ, സമുദായത്തിന് പ്രസാദിച്ചവർ, ശത്രുക്കൾക്ക് പോലും എല്ലാവർക്കും. നമ്മുടെ ഭാരതീയമായുള്ള ആദർശമുണ്ടല്ലോ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഞാൻ ജീവിച്ചിട്ട് എല്ലാ മനുഷ്യർക്കും സുഖം ഭവിക്കണം. കർത്താവ് പറഞ്ഞില്ലേ, എല്ലാവരുടെയും രക്ഷയ്ക്കായിട്ട് ചിന്തപ്പെടുന്ന രക്തം, എല്ലാവരുടെയും രക്ഷയ്ക്കായിട്ട് മുറിക്കപ്പെടുന്ന മാംസം ഇത്. അപ്പോൾ ധനം എന്തിനാണെന്ന് ചോദിച്ചാൽ ദാനായ. ശക്തി രക്ഷണായ. ശക്തി എന്തിനാണെന്ന് ചോദിച്ചാൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ശക്തി ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കണം. സുവിശേഷത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, സുവിശേഷത്തിൻ്റെ പ്രചോദനം ഉപയോഗിച്ചുകൊണ്ട്, സുവിശേഷത്തിൻ്റെ ഉൾക്കരുത്ത് ഉപയോഗിച്ചുകൊണ്ട്, സുവിശേഷത്തിൻ്റെ പ്രകാശം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ പോരാ, മറ്റുള്ളവരെയും രക്ഷിക്കണം. ഇതാണ് ശക്തി. വിദ്യാവിവാദായ. ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾക്ക് അറിവ് വാദിച്ച് ജയിച്ച് അവനവനെ തന്നെ അങ്ങോട്ട് കാണിക്കാനാണ്. ധനം മതായ. ദുഷ്ടന്മാർക്ക് ധനം കുടിച്ച് മതിച്ച് സുഖിച്ച് രസിക്കാനാണ്. ശക്തി പരേഷാം പരിപീഡനായ. ശക്തി എന്തിനാണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെയൊക്കെ കവർന്നെടുത്ത് ആധിപത്യം പുലർത്തി സ്വന്തം സാമ്രാജ്യങ്ങൾ പുലർത്താനാണ്. ഖലസ്യ. ദുഷ്ടന്മാർക്ക്. സാധോർ. നല്ല മനുഷ്യർക്ക് വിപരീതമേത്? ഇതിന് വിപരീതമാണ്. വിദ്യ എന്തിനാണ്? സുവിശേഷം എന്തിനാണ്? ജ്ഞാനം എന്തിനാണ്? പ്രാർത്ഥന എന്തിനാണ്? ധ്യാനം എന്തിനാണ്? ജ്ഞാനായ. തമ്പുരാൻ്റെ അറിവ് കിട്ടണം, വെളിവ് കിട്ടണം, പ്രകാശം കിട്ടണം. നന്മയെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച്, ധ്യാനത്തെക്കുറിച്ച്, സൗഹാർദ്ദത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, സഹകരണത്തെക്കുറിച്ച് വെളിവ് കിട്ടണം. കർത്താവേ വെളിവേകണമേ, കർത്താവേ ജ്ഞാനം തരണമേ, കർത്താവേ വഴി കാട്ടണമേ, കൈക്ക് പിടിച്ച് നടത്തണമേ. അതുപോലെ ധനം ദാനായ. കർത്താവേ എനിക്കുള്ളതൊക്കെ ഞാൻ എനിക്കായിട്ട് ഉപയോഗിക്കാതെ നിനക്ക് തരാനായിട്ട്, എല്ലാവർക്കും കൊടുക്കാനായിട്ട്. ഭാര്യയാണെങ്കിൽ ഭർത്താവിന് കൊടുക്കാൻ, ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കാൻ, ഭാര്യയും ഭർത്താവും കൂടി മക്കൾക്ക് കൊടുക്കാൻ, മക്കളാണെങ്കിൽ മാതാപിതാക്കന്മാർക്ക് കൊടുക്കാൻ, എല്ലാവരും കൂടി കുടുംബത്തിലെ പ്രായമുള്ളവർക്ക് കൊടുക്കാൻ, കുടുംബം മുഴുവനും കൂടി ബന്ധുമിത്രാദികൾക്ക് കൊടുക്കാൻ, എല്ലാവരും കൂടി സമൂഹത്തിന് കൊടുക്കാൻ. അവിടെ എല്ലാവർക്കും യാതൊരു തരത്തിലുള്ള ജാതി മതഭേദ ചിന്തയില്ലാതെ സർവർക്കും, എല്ലാവർക്കും വേണ്ടി ചിന്തപ്പെടുന്ന രക്തം, എല്ലാവർക്കും വേണ്ടി മുറിക്കപ്പെടുന്ന രക്തം. ഇതാണ് ക്രൈസ്തവൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെറിയ 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 ധാരണകളിൽ നിന്നൊക്കെ മാറണം. വലിപ്പം വേണം. പ്രാർത്ഥന നമുക്ക് വലിപ്പം നൽകും. കാരണം എന്താണ്? പ്രാർത്ഥനയിൽ ഇറങ്ങി വരുന്നത് ദൈവമാണ്.
പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവത്തോളം വലിപ്പം കിട്ടും. ദൈവത്തിന് എല്ലാവരും, പാപികളടക്കം ശത്രുക്കളടക്കം എല്ലാവരും മക്കളാണ്. നല്ലവരുടെ മേലും ശിഷ്ടന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യിക്കുന്നവനാണ്. നല്ലവരുടെ മേലും തെറ്റുകാരുടെ മേലും സൂര്യൻ ഉദിപ്പിക്കുന്നവനാണ്. എല്ലാം മറക്കുക, എല്ലാം പൊറുക്കുക, വിശാലതയുണ്ടാകുക, നന്മയുണ്ടാകുക, സ്വീകരണ സന്നദ്ധയുണ്ടാകുക. അങ്ങനെ ആ തരത്തിലുള്ള ദാനചൈതന്യം എല്ലാവർക്കും കൊടുക്കുക. കർത്താവ് എല്ലാവർക്കും കൊടുത്തു, ദൈവത്തിന് കൊടുത്തു. അതാണ് ഉത്ഥാനം. മരണശേഷം തൻ്റെ ശരീരം തന്നെ മുഴുവനും പിതാവേ നിനക്ക് നിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ് വലത് കയ്യിൽ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ ശുഭസൂചന മാത്രമല്ല, വലത് കൈ ശക്തിയാണ്. നീ എന്നെ പിടിക്കണം, വിടരുത്, ഞാൻ നിൻ്റെ പിടിയിലായിരിക്കണം, മുഴുവനും നിനക്കാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വലത് കൈയിൽ മാത്രമല്ല, എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് നമ്മുടെ വലത് കൈ നീട്ടുമ്പോൾ തമ്പുരാൻ പറയുന്നു, കർത്താവ് പറയുന്നു, എടുത്ത് ഭക്ഷിക്കുക, ഞാൻ എൻ്റേതല്ല നിങ്ങളുടേതാണ്. കൊടുക്കണം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കൊടുക്കണം. ഞാനൊരു വൈദികനാണെങ്കിൽ ഞാൻ വിചാരിക്കണം, ഞാൻ ജീവിക്കേണ്ടത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ വിചാരിക്കേണ്ടത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്, ദൈവജനത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ഭേദചിന്തയില്ല. എല്ലാവരും ശത്രുവായാലും മിത്രമായാലും എന്ന് മാത്രമല്ല, പ്രകൃതിക്ക് മുഴുവൻ കൊടുക്കണം. ഒന്നിനും മണ്ണിന് കൊടുക്കാതിരിക്കരുത്, മരങ്ങൾക്ക് കൊടുക്കാതിരിക്കരുത്, മൃഗങ്ങൾക്ക് കൊടുക്കാതിരിക്കരുത്, മനുഷ്യർക്ക് കൊടുക്കാതിരിക്കരുത്, മാലാഖമാർക്ക് കൊടുക്കാതിരിക്കരുത്, ദൈവത്തിന് കൊടുക്കാതിരിക്കരുത്. എല്ലാവർക്കും കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ലോകസമസ്ത എല്ലാ ജനങ്ങൾക്കും സുവിശേഷമായി, നന്മയായി, സ്നേഹമായി, നല്ല വിശേഷമായി. ഗുഡ് ന്യൂസ്. സുവിശേഷം എന്ന് പറഞ്ഞ അർത്ഥം അതാണ്, ഗുഡ് ന്യൂസ്. യേശു എല്ലാറ്റിലും നല്ല വിശേഷം ഉണ്ടാക്കുന്ന ആളാണ്. ആർക്കും ഒരു ദുർവിശേഷം, തെറ്റായിട്ടുള്ള വിശേഷം, ശത്രുവായാൽ പോലും പറയുന്നതാണ്, മകനെ നിനക്ക് ഞാൻ കൃപ നൽകുന്നു, വരിക, നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, എൻ്റെ ആനന്ദത്തിലേക്ക് നീ പ്രവേശിക്കുക, സമാധാനമുള്ളവനായി, സൗഖ്യമുള്ളവനായി, അല്ലൽ അകന്നുപോയവനായി നീ പോവുക. അതുപോലെ തന്നെ അവസാനമായിട്ട് ശക്തി കൊണ്ട് രക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെയും നമ്മളും രക്ഷിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ദൈവം എല്ലാ ദിവസവും നമ്മെ തന്നെ നമ്മുടെ കൈകളിലേക്ക് എടുത്തു വയ്ക്കുന്നത് നാം ദൈവത്തെ രക്ഷിക്കാനാണ്. എന്ന് വെച്ചാൽ നമ്മിലുള്ള ദൈവികതയെ രക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് തിന്മയുടെ വാസനകൾ, സാത്താൻ്റെ പ്രചോദനങ്ങൾ, പ്രലോഭനങ്ങൾ മനുഷ്യരിലൊക്കെ, നമ്മിലൊക്കെ എല്ലാ ദിവസവും കയറി പറ്റുന്നുണ്ട്. സ്വന്തം കാര്യം, എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, ഇത് അങ്ങനെയല്ല. ദൈവത്തെ, മനുഷ്യനെ എല്ലാവരെയും രക്ഷിക്കണം. സുവിശേഷം കൊണ്ട് രക്ഷിക്കണം, പ്രാർത്ഥന കൊണ്ട് രക്ഷിക്കണം, സ്നേഹം കൊണ്ട് രക്ഷിക്കണം, ത്യാഗം കൊണ്ട് രക്ഷിക്കണം, സമർപ്പണം കൊണ്ട് രക്ഷിക്കണം, ദാനം കൊണ്ട് രക്ഷിക്കണം. യേശു ഇതെല്ലാമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന നഷ്ടമാണെന്ന് വിചാരിക്കരുത്, പ്രാർത്ഥന വേണ്ടാത്ത കാര്യമാണെന്ന് വിചാരിക്കരുത്, പ്രാർത്ഥന നമുക്കൊരു പ്രതിബന്ധമാണെന്ന് വിചാരിക്കരുത്. പ്രാർത്ഥന വളർച്ചയാണ്. പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിലേക്ക് വളരുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ വിരിയുന്നു. പ്രാർത്ഥിക്കുന്നവർ മനുഷ്യരിലേക്ക് കൊഴിയുന്നു, ഫലപ്രാപ്തി ഉണ്ടാകുന്നു. ഈ ഫലം പ്രാർത്ഥന കൊണ്ട് ജീവിതത്തെ ഫലമുള്ളതാക്കുമ്പോൾ ദൈവത്തിന് അർപ്പിക്കാനുള്ള ഫലം, മനുഷ്യർക്ക് സമർപ്പിക്കാനുള്ള ഫലം. പ്രാർത്ഥന വളർച്ച മാത്രമല്ല, പ്രാർത്ഥന വികാസമാണ്, വലിപ്പമാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ വലിപ്പം എന്താണ്? ദൈവത്തെ ഉൾക്കൊള്ളാനുള്ള വലിപ്പം, മനുഷ്യരെ ഉൾക്കൊള്ളാനുള്ള വലിപ്പം, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വലിപ്പം. പ്രാർത്ഥിക്കാത്ത മനുഷ്യരൊക്കെ ചെറിയ മനുഷ്യരാണ്. അവർക്കൊന്നും തമ്പുരാൻ ഉൾക്കൊള്ളാൻ വലിപ്പമില്ല, മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ വലിപ്പമില്ല. അവർക്ക് എത്രയ്ക്കേ വലിപ്പമുള്ളൂ? അവനവനെ ഉൾക്കൊള്ളാൻ. അവനവൻ എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്? ഞാൻ എന്ന് പറയുന്നത് എന്താ ഉള്ളത്? ഈ പ്രപഞ്ചത്തിൻ്റെ അളവ് എൻ്റെ അളവിനോട്, എൻ്റെ പൊക്കത്തോട്, എൻ്റെ വണ്ണത്തോട് താരതമ്യം ചെയ്താൽ ഞാൻ എന്താണ്? അപ്പോൾ ഞാൻ എന്നെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ ഞാൻ എത്രയോ അധമനാണ്, എത്രയോ നിസാരനാണ്, എത്രയോ വലിപ്പം കുറഞ്ഞവനാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിപ്പത്തിലേക്ക് വരിക, കർത്താവിൻ്റെ വളർച്ചയിലേക്ക് വരിക, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരിക, കർത്താവിൻ്റെ സുഖത്തിലേക്ക് വരിക, കർത്താവിൻ്റെ സ്വാസ്ഥ്യത്തിലേക്ക് വരിക, കർത്താവിൻ്റെ സമാധാനത്തിലേക്ക് വരിക. ഇത് വേണമെങ്കിൽ പ്രാർത്ഥിക്കണം, സുവിശേഷത്തിലേക്ക് വരണം, ധ്യാനിക്കണം, സമർപ്പിക്കണം, നൽകണം, ദാനം ചെയ്യണം. എല്ലാറ്റിലും ഉപരിയായിട്ട് കർത്താവേ, നിൻ്റെ കൃപയ്ക്ക്, നിൻ്റെ അനുഗ്രഹത്തിന്, നിൻ്റെ പ്രകാശത്തിന്, നിൻ്റെ പ്രചോദനത്തിന്, നിൻ്റെ പ്രേരണയ്ക്ക്
ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നു. നിൻ്റെ അരൂപിയെ ഞങ്ങളിലേക്ക് നീ വർഷിക്കുക. ഞങ്ങളിൽ തെറ്റായിട്ടുള്ളത് മാറിപ്പോകട്ടെ, ഞങ്ങളിൽ തിന്മയായിട്ടുള്ളത് അകന്നു പോകട്ടെ, ഞങ്ങളുടെ സത്യമായിട്ടുള്ളത്, സ്നേഹമായിട്ടുള്ളത്, നന്മയായിട്ടുള്ളത്, ത്യാഗമായിട്ടുള്ളത്, സമാധാനത്തിന് സഹായിക്കുന്നത്, പ്രേയസല്ല ശ്രേയസ്, വിശാലമായിട്ടുള്ള വഴിയല്ല, രക്ഷയിലേക്ക് നയിക്കുന്ന ഇടുങ്ങിയ വഴി, മൃഗീയ മനുഷ്യൻ്റെ വഴിയല്ല, ആത്മീയ മനുഷ്യൻ്റെ വഴി, അത് ഞങ്ങളുടെ മുമ്പിൽ തുറന്നു തരണേ. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഫലമാർക്ക്, നന്മയാർക്ക്, സുഖമാർക്ക്, ലാഭമാർക്ക് തമ്പുരാനാണോ? അല്ല, നമുക്ക് തന്നെ. ഇതൊക്കെ ചെയ്താൽ നമുക്ക് തന്നെ സുഖം, നമുക്ക് തന്നെ സന്തോഷം, നമുക്ക് തന്നെ ഭാഗ്യം. ഈ ഭാഗ്യം, ഈ സുഖം, ഈ സന്തോഷം നാം എല്ലാവർക്കും ഉണ്ടാകാനായിട്ട് ക്രിസ്തുനാഥൻ, വചനത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ക്രിസ്തുനാഥൻ, ആത്മാവിൻ്റെ ദാതാവായിരിക്കുന്ന ക്രിസ്തുനാഥൻ നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹത്തിന്, ആത്മാവിന്, കൃപയ്ക്ക്, സ്നേഹത്തിന്, ദൈവത്തിന്, ക്രിസ്തുവിന്, സുവിശേഷത്തിന്, പ്രാർത്ഥനയ്ക്ക് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ആമേൻ.